വിധിക്ക് പിന്നാലെ പ്രതികരണവുമായി ഡബ്ബിംഗ് ആർട്ടിസ്റ്റായ ഭാഗ്യലക്ഷ്മി. താൻ അവളോടൊപ്പമെന്നും ഈ വിധി കോടതി പ്രസ്താവിക്കുന്നതിന് മുൻപേ തന്നെ പ്രതീക്ഷിച്ചിരുന്നതായും ഭാഗ്യലക്ഷ്മി ഗ്ലോബ് ഓൺ ടെലിവിഷനോട്. അവരുടെ പ്രതികരണങ്ങളിലേക്ക്. ഈ വിധി എന്ന് പറയുമ്പം ശരിക്കും അനുകൂലിക്കുന്നവരുണ്ട്, പ്രതികൂലിക്കുന്നവരുണ്ട്. അനുകൂലിക്കുന്നവരോട് മാമിന് എന്താ പറയാനുള്ളത്? അതൊരു വളരെ ഒരു ചെറിയ ശതമാനം ആളുകളാണ് അതിനെ അനുകൂലിക്കുന്നത്. അത് കുറച്ച് ഈ അയാളുടെ ഫാൻസ് എന്ന് അവകാശപ്പെടുന്ന അയാൾക്ക് വേണ്ടി സാമ്പത്തികം കൈപ്പറ്റിക്കൊണ്ട് PR വർക്ക് നടത്തുന്ന കുറച്ച് ആളുകളാണ് അത് ചെയ്യുന്നത്. കാരണം ഇത് ഞാൻ പറയാൻ കാര്യം ഇതിപ്പോ നമ്മളൊരു ദേഷ്യം കൊണ്ട് പറയുന്നതല്ല. ഈ കഴിഞ്ഞ 4 ദിവസമായിട്ട് ഈ വിധി 8-ാം തീയതിയാണ് എന്ന് അനൗൺസ് ചെയ്ത അന്നു മുതൽ ഈ വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിൽ വരുമ്പോ അതിന് താഴെ വന്ന് ആളുകൾ ഇടുന്ന കമന്റ് കണ്ടാൽ അറിയാം സമൂഹം ഒന്നടങ്ങ് അവളോടൊപ്പം തന്നെയാണ് നിൽക്കുന്നത് എന്ന്. അപ്പൊ ഒരു 100 കമന്റിന്റെ ഇടയ്ക്ക് ഒരാളായിരിക്കും പേട്ടൻ എന്ന് പറഞ്ഞിട്ട് വരുന്നത്. സോ പിന്നെ സിനിമയ്ക്കുള്ളിൽ ഇരിക്കുന്നവരെല്ലാവരും തന്നെ അയാളുടെ പണത്തിന് വേണ്ടി അയാളോടൊപ്പം നിൽക്കുന്നവരാണ്. അതിപ്പോ നിർമ്മാതാവ് സുരേഷ് കുമാർ സംസാരിക്കുന്ന കണ്ടു. അതുപോലെ നമ്മുടെ ഒരു MP, ഒരു MLA, ഒരു മന്ത്രി, പല സംവിധായകർ, ഇവരെല്ലാവരും സംഘടനയുടെ നേതാക്കന്മാർ എല്ലാവരും അയാളെ അനുകൂലിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് അയാളുടെ പണമാണ്. നമ്മളീ കാണുന്നത് അയാളുടെ പണമാണ് അയാൾക്ക് ഒരു നീതി വാങ്ങിച്ചു കൊടുത്ത പോലെ കാണുന്നത്. ചോദിച്ചു നോക്കൂ, അവിടെ കോടതി വിധി വായിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ പ്രസ് മീറ്റ് ഓൾറെഡി അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു. ഞാൻ ഇന്ന് അതിജീവിതയുടെ ഒപ്പമായിരുന്നു. ഞങ്ങൾ ലഡുവും വാങ്ങിയില്ല. കാരണം ഞങ്ങൾക്ക് നേരത്തെ അറിയാം നമുക്ക് നീതി കിട്ടില്ല എന്നറിയാം. കാരണം വിധിയാണ് അല്ലേ? അതെ, നമ്മളിത് പ്രതീക്ഷിച്ച ഒരു വിധി തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് സങ്കടമാണ്, അല്ലാതെ ഷോക്കല്ല. പെൺകുട്ടികളും ഓരോ ചെറുപ്പക്കാരും ഇന്നത്തെ തലമുറയിലുള്ളവരും മുൻപത്തെ എല്ലാവരും തന്നെ അവളോടൊപ്പം എന്ന് പറഞ്ഞ് ഇത് നേരത്തെ എനിക്ക് മെസ്സേജ് അയക്കുമായിരുന്നു. ഇന്നത്തെ വിധി കേട്ടപ്പോ ഈ മെസ്സേജുകളുടെ എണ്ണം കൂടുകയാണ് ചെയ്യുന്നത്. എല്ലാവരും പറയുന്നത് അവളോടൊപ്പം എന്ന് പറയണേ, അവളോടൊപ്പം അവളെ വിട്ടു പോകരുതേ, അവളോടൊപ്പം തന്നെ നിൽക്കണേ എന്ന് പറയുന്നുണ്ടെങ്കിൽ അത്രയും ആളുകൾ. ഞാൻ ചോദിക്കട്ടെ, ഈ 8 വർഷമായിട്ട് അയാളുടെ ഒരു സിനിമയെങ്കിലും ബോധ്യപ്പെടുത്താൻ പറ്റുമോ അയാൾക്ക്? ഇല്ല. ഇപ്പം പുതിയൊരു സിനിമ ബബ്ബ ഇറങ്ങുന്നുണ്ട്. അപ്പം ഇനി ഈ ഒരു വിധിക്ക് ശേഷമാണ് സിനിമ ഇറക്കാൻ നിൽക്കുന്നത്. അപ്പൊ ഈ വിധി അനുകൂലിക്കുവാണെങ്കിൽ സിനിമ വളരെ രീതിയിൽ വിജയകരമാകും എന്നുള്ള ഒരു ഫാൻസ് ബേസിന്റെ ഒരു പോസ്റ്റർ തന്നെ സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ്. അപ്പം ഇതിനോട് പേര് പോലെ തന്നെ ആകും, അത്രേ ഉള്ളൂ. പിന്നെ ഇവിടുത്തെ ജനങ്ങള് പിന്നെ ഒരാള് കുറ്റക്കാരനാണോ അല്ലയോ നോക്കിയിട്ടല്ല സിനിമ വിജയിപ്പിക്കുന്നത്. സിനിമ നന്നായിരിക്കണം അടിസ്ഥാനപരമായിട്ട്. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, ഒരു തെറ്റും ചെയ്യാത്ത എത്രയോ നടന്മാരുടെ സിനിമകൾ പൊട്ടിപ്പാളിച്ചായിട്ടില്ലേ? അപ്പോ പക്ഷെ ഇയാളുടെ സിനിമകൾ സ്ത്രീകൾ ഒന്നടങ്കം നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ഞങ്ങൾ കാണില്ല എന്ന തീരുമാനം എടുത്തിട്ടുണ്ട്. അപ്പൊ അത് വിലപ്പോകാതെ വരുമ്പോഴാണ് മോഹൻലാലിനെ പോലുള്ളവരെ കൂടെ കൂട്ടുപിടിച്ചുകൊണ്ട് സിനിമ ചെയ്യുന്നത്. കാരണം അപ്പൊ മോഹൻലാൽ ഫാൻസ് കയറുമല്ലോ. അതെ, അടുത്ത സിനിമ മമ്മൂട്ടിയെ വെച്ച് ചെയ്യും. അപ്പൊ മമ്മൂട്ടിയുടെ ഫാൻസിനെ കിട്ടും. അപ്പൊ ഇദ്ദേഹത്തിന് ഫാൻസ് ഇല്ലാന്ന് ഇദ്ദേഹത്തിന് മനസ്സിലായി. പിന്നെ സാഷ്ടാംഗം വക്കീലിന്റെ കാൽക്കല് വീണ് ചുമ വയ്ക്കുന്നുണ്ട്. തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ അയാളെ ജോലിയാണ് ചെയ്യുന്ന വക്കീല്. അയാളുടെ കാലിലൊന്നും വേണ്ട ആവശ്യമൊന്നുമില്ല. അത് മാത്രമല്ല, ഇതുവരെ ദിലീപ് ആണെങ്കിലും ഇതുവരെ ഒന്നും പ്രതികരിക്കാത്ത ആള് കറക്റ്റ് വിധിക്ക് ശേഷമാണ് പറയണത്. മഞ്ജു വാര്യരുടെ ഒരു പേരെടുത്തിടുന്നതും ഈ വിധിക്ക് ശേഷമാണ്. എന്തുകൊണ്ട് ഇതിന് മുന്നേ എടുത്തിട്ടില്ല എന്നുള്ളൊരു ചോദ്യം ഉയരുന്നുണ്ട്. അത് മഞ്ജു വാര്യര് പറഞ്ഞ ഉടനെ 85 ദിവസം ജയിലിലിടുവോ ഇവിടെ? ഒരു ദിവസം 2 ദിവസം ഒരാഴ്ച അല്ലല്ലോ ഇട്ടത്. 85 days ജയിലിൽ കിട്ടുന്നില്ലേ? ഒരു സാധാരണക്കാരനെ 1 മണിക്കൂർ പിന്നെ ലോക്കപ്പിൽ ഇടാൻ പറ്റുമോ എന്തെങ്കിലും ഒരു കാരണമില്ലാതെ? ഇവിടെ ഇത്രയും സ്വാധീനമുള്ള, ഇത്രയും പണം കൊണ്ടും സാമൂഹികപരമായും സാമ്പത്തികപരമായും സിനിമയിലും ഒക്കെ സ്വാധീനമുള്ള ഒരാളെ 85 days ലോക്കപ്പിലല്ല ജയിലിലാണ് ഇട്ടത്. ഇതിലിപ്പം ദിലീപിന്റെ ഒരു ഫാൻ പറഞ്ഞു വരുന്നത് ഇത് ദിലീപിനെ ഇരയാക്കിക്കൊണ്ടുള്ള ഒരു കേസായിരുന്നു ഇത് ശരിക്കും എന്നൊക്കെയാണ്. ശരിക്കും ഇവിടെ ഇര ആരാണെന്ന് പെൺമക്കളുള്ള അമ്മമാർക്കും സ്ത്രീകളായ നമ്മൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. അല്ല, ഞാൻ ചോദിക്കട്ടെ, 3 തവണ കോടതി ഇയാളുടെ ജാമ്യം തള്ളിയില്ലേ? അതെ. അപ്പൊ
കോടതിയിരിക്കുന്ന ജഡ്ജസ് ഒന്നും ആലോചിക്കാതെയാണോ ഈ ജാമ്യം തള്ളുന്നത്? എന്തിനാ നിങ്ങൾ അയാളെ വെറുതെ ഇരയാക്കുന്നത് എന്ന് ചോദിക്കണ്ടേ? അതെ അതെ മാം. പിന്നെ ഒരു കോട്സ് ഉണ്ട്, നിയമം ചിലന്തി വല പോലെയാണ്, അതിലെ ചെറിയ പ്രാണികൾ കുടുങ്ങും, വലിയ ജീവികൾ പൊട്ടിത്തെറിച്ചു വരും. ഇപ്പൊ അതാണ് ഇപ്പം എല്ലാരും തന്നെ നമ്മുടെ അതിജീവിതയെ സപ്പോർട്ട് കൊണ്ടിട്ടുള്ള ആ ഒരു കോട്സ് എത്രത്തോളം അനുകൂലിക്കുന്നുണ്ട് മാം അതിനോട്? തീർച്ചയായിട്ടും 100% അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറെ കൂടെ അവളും നമ്മൾ കുറെ കൂടെ സ്ട്രോങ് ആയി. കാരണം ഇവിടെ അനീതിയാണ് വിജയിച്ചിരിക്കുന്നത്, നീതിയല്ല വിജയിച്ചിരിക്കുന്നത്. പക്ഷെ ഇവിടെ ഇനിയും കോടതികളുണ്ട്, നമുക്ക് ഇനിയും പ്രതീക്ഷയുണ്ട്. മാം അതിജീവിതയായിട്ട് സംസാരിച്ചിരുന്നു, എന്താണ് അവരുടെ പ്രതികരണം? അല്ല, ഞാൻ ഇന്ന് ഫുള്ള് അവളുടെ കൂടെ തന്നെയാണ്. എന്താണ് പറയുന്നത്? അല്ല, അവള് രാവിലെ മുതൽ അവള് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലെന്ന് തന്നെയാണ് അവൾ ആദ്യം മുതലേ പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം അത്രയും മോശം അനുഭവം ഈ വിചാരണ വേളയിൽ അവൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഈ ഇവളെ ക്രോസ് ചെയ്യുന്ന സമയത്ത് അത്രമാത്രം മോശമായ അനുഭവം അവൾക്ക് മാത്രമല്ല, ഈ ഇതിൽ സാക്ഷി പറയാൻ ചെന്ന് ഓരോരുത്തർക്കും, അവൾക്ക് വേണ്ടി സാക്ഷി പറയാൻ ചെന്ന് ഓരോരുത്തർക്കും മോശം അനുഭവം ഉണ്ടായിട്ട് അവരെല്ലാം പറഞ്ഞ ഇതാണ്, പ്രതീക്ഷിക്കണ്ട. ഇനി മുൻപോട്ട് അഥവാ ഹൈക്കോടതി, സുപ്രീം കോടതി ആ ഒരു രീതിയിലേക്ക് കേസ് പോവാൻ? അല്ല, പോയേ പറ്റൂ. അങ്ങനെ തോറ്റു പിന്മാറാനൊന്നും താല്പര്യമില്ല. അങ്ങനെ തോറ്റു പിന്മാറാനല്ലല്ലോ ഇത്രയും പോരാടിയത്. അതെ, തീർച്ചയായും നമ്മൾ ഇനി മുമ്പോട്ട് തന്നെ പോകും. ഗവൺമെന്റ് എന്തായാലും അപ്പീൽ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അവളോട് സ്ട്രോങ് ആയിട്ട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക, നമ്മൾ അപ്പീൽ പോയേ പറ്റൂ. പിന്നെ ഈ കോടതി പറഞ്ഞു എന്ന് കരുതി ഇയാൾ കുറ്റവാളി അല്ലാതെ ആവുന്നില്ല. ഇനി ഇവിടെ 2 കോടതിയുണ്ട്, അവരും കൂടെ പറയട്ടെ, എന്നിട്ട് കുറ്റവാളിയല്ല എന്ന് പ്രഖ്യാപിക്കട്ടെ. അവിടെ നിന്ന് വിധി വരുന്നവരെ കുറ്റവാളി തന്നെയാണ്.